കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടെ തിരോധാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ മകൻ സാൻഡർ ലാമ മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ പോകാൻ അനുവദിച്ചത് ആശുപത്രിയുടെ ഗുരുതരമായ വീഴ്ചയാണെന്നാണ് ആരോപണം. ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് മൃതദേഹം ലഭിച്ചതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ വീഴ്ചയടക്കം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. It is not the cops' fault. It is the system's fault. If Ernakulam Medical College had not let my father go, we wouldn't be here. If they had to follow procedure, those people told me that he can say his name. He doesn't know his name, dude. How are you lying? I have medical proof of that. സൂരജ് ലാമയെ അന്വേഷിച്ച് മകൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ഇങ്ങനെ ഒരാൾ അഡ്മിറ്റ് ആയിട്ടില്ലെന്നാണ് അധികൃതർ ആദ്യം നൽകിയ മറുപടി. തൊട്ടു പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ അഡ്മിറ്റ് ചെയ്തിരുന്നതായി മെഡിക്കൽ കോളേജ് അധികൃതർ സമ്മതിച്ചു. പിതാവിന്റെ അസുഖം ഭേദമായതുകൊണ്ടാണ് പറഞ്ഞുവിട്ടതെന്നായിരുന്നു സൂപ്രണ്ടിന്റെ മറുപടി. മദ്യദുരന്തത്തിൽപ്പെട്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ട ഒരാളുടെ അസുഖം എങ്ങനെയാണ് ഭേദമാകുന്നതെന്നും യാതൊരു മാനദണ്ഡവും പാലിക്കാതെ പിതാവിനെ പോകാൻ അനുവദിച്ചത് വലിയ വീഴ്ചയാണെന്നും മകൻ സാൻഡൻ ലാമ ആരോപിക്കുന്നു. രാഷ്ട്രപതിയുടെ സന്ദർശന ദിനമായതിനാൽ പിതാവിന്റെ തിരോധാനത്തിൽ കാര്യമായ അന്വേഷണം നടന്നിരുന്നില്ലെന്നും മൊത്തം സിസ്റ്റത്തിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സൂരജ് ലാമയുടെ മകൻ പ്രതികരിച്ചു. അതേസമയം ലാമയുടെ ഹേബിയസ് കോർപ്പസ് പരിഗണിക്കവേ ഹൈക്കോടതിയും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന കളമശ്ശേരി HMT പരിസരത്ത് നിന്ന് മൃതദേഹം ലഭിക്കുന്നത് അധികൃതരുടെ നിരീക്ഷണക്കുറവ് ചൂണ്ടിക്കാണിക്കുന്നതാണ്. നാളെ ആരെങ്കിലും ഒരാളെ കൊന്നുകൊണ്ടിട്ടാൽ എങ്ങനെ അറിയുമെന്നും കിട്ടിയ മൃതദേഹം സൂരജ് ലാമയുടെ അല്ലെങ്കിൽ ആരുടേതാണ് എന്ന് ഉടൻ കണ്ടെത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. മീഡിയ 1 കൊച്ചി.